ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിന്റെ 4ാമത്തെ ദിവസം വെളുപ്പിന് ഒരു 2 മണി കഴിഞ്ഞിട്ടാണ് സിവി എയർപോർട്ടിൽ ഞങ്ങൾ എത്തിയത്. അങ്ങനെ ഒരു 8 മണിയോടുകൂടി എയർപോർട്ടിൽ നിന്ന് തന്നെ റെഡിയായി നേരെ യാത്ര തുടങ്ങി. ഈ സ്ഥലത്തിന്റെ പേര് സിവിയ എന്ന് പറയണോ സിവിൽ എന്ന് പറയണോ എന്നുള്ളതായിരുന്നു ഫസ്റ്റ് കൺഫ്യൂഷൻ. ഇംഗ്ലീഷിൽ ഒരു എല്ല് കൂടുതലായതുകൊണ്ട് തന്നെ ഇതിനെ സിവിൽ എന്നും അതേപോലെ സ്പാനിഷിൽ സിവിയ എന്നുമാണ് പറയേണ്ടത്. നേരെ പോയത് പ്ലാസ ഡെ എസ്പാനിയയിലേക്ക്. സത്യം പറഞ്ഞ ഒരു മൂവിക്ക് സെറ്റ് ഇട്ടിരിക്കുന്നത് പോലത്തെ സ്ഥലം. 100+ ഹോളിവുഡ് മൂവീസ് ഇവിടെ ചിത്രീകരിച്ചിട്ടുമുണ്ട്. നമുക്ക് സ്പെയിന്റെ കൾച്ചറിനെ കാണിച്ചു തരുന്ന ഒരു നിർമ്മിതി. ഇവിടെ 4 ബ്രിഡ്ജുകളുണ്ട്. ആ ഓരോ ബ്രിഡ്ജും മീഡിയവൽ കാലത്തിലെ സ്പെയിന്റെ 4 കിങ്ഡത്തിനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലമിംഗോ ഡാൻസും ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കണ്ട് കുറേ നേരം അതുവഴി നടന്നു. എൻ്റെ തൊപ്പി വളഞ്ഞു പോയതുകൊണ്ട് അജി അത് ശരിയാക്കി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും നടന്നത് കത്തീഡ്രലിലേക്കാണ്. അപ്പോൾ അതുവഴി നടക്കുമ്പോഴെല്ലാം ഓറഞ്ച് മരങ്ങൾ ഇങ്ങനെ പല ഷേപ്പിൽ വെട്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ ഓറഞ്ച് അവിടെ ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ കത്തീഡ്രലിനടുത്ത് അകത്ത് കയറാൻ വേണ്ടിയിട്ട് നല്ലൊരു ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് നിന്നിട്ട് തിരിച്ചു വരാൻ അധികം പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഞങ്ങൾ അതൊക്കെ കണ്ട് അത് വഴിയൊക്കെ നടന്നു. സത്യം പറഞ്ഞാൽ ഓരോ സൈഡിലേക്ക് നോക്കുമ്പോഴും പല പല കളേഴ്സിൽ ഇപ്പോൾ പല പല ആകൃതിയിലുള്ള ബിൽഡിങ്ങുകൾ. അപ്പോൾ അത് കണ്ടു നടക്കാൻ തന്നെ ഭയങ്കര രസമാണ്. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ്. സാൽമറയൊക്കെ കഴിക്കണം എന്ന് ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ കോൾഡ് ടൊമാറ്റോ സൂപ്പ് എങ്ങനെ ഇരിക്കും എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഡൗട്ട്. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു സ്റ്റേക്ക് പറഞ്ഞു, പിന്നെ ഒരു സാലഡ് പറഞ്ഞു. ഇത് കാണുന്ന ഭംഗി കഴിക്കാൻ ആ സാലഡിന് ഉണ്ടായിരുന്നില്ല. സംഭവമൊക്കെ വെന്തിട്ടുണ്ടായിരുന്നെങ്കിലും ആ ടേസ്റ്റ് ഞങ്ങൾ അങ്ങോട്ട് വയ്ക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും അതുവഴിയൊക്കെ കുറേ നടന്നിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ചെറിയൊരു ഗിഫ്റ്റും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് വെച്ച് പിടിച്ചു. 4 ദിവസത്തെ ട്രിപ്പ് കഴിയാറായപ്പോഴത്തേക്കും ചെറിയ രീതിയിലൊരു വിഷമമൊക്കെ അടിച്ചെങ്കിലും ഞങ്ങളുടെ വീട് ഞങ്ങൾ ചെറുതായിട്ട് മിസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരുപിടി നല്ല ഓർമ്മകളുമായിട്ട് സ്പെയിനിൽ നിന്ന് ഫ്ലൈറ്റ് കയറി.